സിനിമ ഭാര്യ ഭർത്താക്കന്മാർ, സിനിമാ നടി, അതുപോലെ തന്നെ ഒരുപാട് പ്രേമവിവാഹങ്ങൾ നടന്മാരെ കല്യാണം കഴിക്കുന്നുണ്ട്, നടികൾ കല്യാണം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാളും വേഗത്തിൽ ഡൈവോഴ്സ് ആവുന്നുണ്ട്. ഇപ്പോഴും സിനിമാ നടന്മാരും നടികളും കല്യാണം കഴിക്കുന്നവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആരുടെ ജീവിതമാണെന്നറിയാം. 38 കൊല്ലമായിട്ടും ഇപ്പോൾ ഇണ പിരിയാത്ത ജോഡികളായിട്ട് ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. അതാരുമല്ല, ലക്ഷ്മി. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടി, മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ്, ആദ്യകാല നായികയാണ്. ഇപ്പോഴും ലക്ഷ്മി സിനിമകളിൽ വളരെ ആക്റ്റീവാണ്. 38 കൊല്ലം കഴിഞ്ഞു ലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞിട്ട്. ശിവചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ലക്ഷ്മി കല്യാണം കഴിച്ചത്. അപ്പോൾ ആ ഒരു വഴക്കുമില്ലാണ്ട് ഈ 38 കൊല്ലം അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം വരാണ്ട് പേര് 2 മേഖലയിൽ വർക്ക് ചെയ്യാലും ആ 2 മേഖലയിൽ ഇവർ ചർച്ച ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ അവർ ജീവിക്കുന്നു. ആ ജീവിതം കണ്ട് പലർക്കും അസൂയാണ്. എങ്ങനെയാണ് ഇങ്ങനെ കഴിയണമെന്ന് ചോദിക്കുന്നത്. അതെന്താണ്? പരസ്പര ബഹുമാനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ബഹുമാനം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമല്ല, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഹൃത്താണ്, ഒരു വഴികാട്ടിയാണ്, അതുപോലെ തന്നെ അച്ഛനാണ്, അമ്മയാണ്, എല്ലാം കൂടിയാണ് ഒരു ഭാര്യ. ഒരു ഭാര്യയുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ അനുസരിക്കലല്ല, ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പെരുമാറണം. അതുപോലെ ഭാര്യയുടെ മനസ്സറിഞ്ഞ് പെരുമാറുന്നതായിരിക്കണം ഭർത്താവ്. ഭാര്യനെ അടിമ പോലെ വെച്ചിട്ടിരിക്കുന്ന ഒരാളായിരിക്കരുത്. ഭാര്യ ഒരാളെ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ആളായിരിക്കരുത്. എൻ്റെ ഭാര്യ ഒരു സിനിമാ നടിയാണ്, അതുകൊണ്ടൊരു നടനെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ചു, ആ നടനെ ചുംബന രംഗത്ത് അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി ഡൈവോഴ്സ് ആവുന്ന എത്രയോ നടീനടന്മാരുണ്ട്. അവരൊക്കെ ഇത് കണ്ടു പഠിക്കണം. എന്താണ്? ലക്ഷ്മി ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അത്ര ഒത്തൊരുമയിൽ അവർ ജീവിക്കുന്നു, അത്ര സ്നേഹത്തിൽ അവർ ജീവിക്കുന്നു. അപ്പോൾ ഐശ്വര്യയുടെ അമ്മയാണ് നമ്മുടെ. അപ്പോൾ അത്രയും നല്ല സിനിമാ ലോകത്ത് ഇങ്ങനെയും നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റാവുന്ന ദമ്പതികൾ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ലക്ഷ്മി ആദ്യം അഭിനയിച്ച ചിത്രം മലയാളത്തിലെ ചട്ടക്കാരിയാണ്. അതിൽ മോഹനായിട്ട് അഭിനയിച്ച് അങ്ങനെ പ്രേമത്തിലായി മോഹനെ കല്യാണം കഴിച്ചു. പക്ഷേ ആ കല്യാണം വെറും 5 കൊല്ലം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. അതിനു മുമ്പ് 1969 ലക്ഷ്മി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട്, ഐശ്വര്യ ഭാസ്കരൻ. ആ ഭർത്താവിൻ്റെ പേരാണ് ഭാസ്കരൻ. അതും 5 കൊല്ലം തന്നെ നീണ്ടു നിന്നുള്ളൂ. പിന്നെ ലക്ഷ്മി മൂന്നാം വിവാഹമാണ് കഴിച്ചത്. ആ ബന്ധത്തിൽ ഒരു കുട്ടീനെ അവർ ദത്തെടുത്തിട്ടുണ്ട്, ഒരു കുട്ടി അവർക്ക് ഉണ്ട്. അങ്ങനെ ഈ ലക്ഷ്മിയുടെ വിവാഹബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ബന്ധങ്ങളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 കല്യാണം കഴിച്ചു, 2ഉം ഡൈവോഴ്സായി. അത് കഴിഞ്ഞിട്ട് 3ാമത് കല്യാണം കഴിച്ചു. പക്ഷേ 3ാമത് കല്യാണം കഴിച്ചപ്പോൾ ലക്കിയായി. പലർക്കും 3ാമത്തെ കല്യാണം ലക്കി ആവാറില്ല, പക്ഷേ ഇത് ഭയങ്കര ലക്കിയായി. ഇവർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മുടെ 1969 കല്യാണം കഴിച്ച ഭാസ്കരൻ എന്ന് പറഞ്ഞുള്ള ആ ആളിൽ നിന്നുണ്ടായതാണ് നമ്മുടെ സിനിമാ നടി ഐശ്വര്യ. ഐശ്വര്യമായിട്ട് ഇപ്പോൾ അമ്മ ഈ ലക്ഷ്മിയായിട്ട് നല്ല ബന്ധത്തിലല്ല, പക്ഷേ എന്നിരുന്നാലും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു. ഐശ്വര്യയുടെ ഈ മോശം ശീലം കൊണ്ടാണ് അമ്മയായിട്ട് വഴക്കിട്ടെന്നാണ് ലക്ഷ്മി പറയണത്. എന്തായാലും ഭരതം എന്ന് പറഞ്ഞ സിനിമയിലെ ആ അഭിനയം ലക്ഷ്മിയുടെ നമ്മൾ ഒരിക്കലും മറക്കില്ല. അങ്ങനെ ആട്ടക്കലാശം എന്ന് പറഞ്ഞ പടത്തിൽ ഏത് ഭാഷകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ആ ഭാഷകളിൽ നിന്നെല്ലാം വെന്നിക്കൊടി പാറിപ്പിച്ചുള്ള ഒരു നടിയാണ്. അവിടെ നിന്നെല്ലാം ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയുള്ള നടിയാണ് ലക്ഷ്മി.